ലോകാ സമസ്താ സുഖിനോ ഭവന്തു. അധോഗതിയും പുരോഗതിയും, അധോഗതി എന്താണെന്നും പുരോഗതി എന്താണെന്നും എല്ലാ ആൾക്കാർക്കും അറിയാം. പുരോഗതി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടിയിരിക്കും, അധോഗതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതും കിട്ടിയിരിക്കും. നമ്മളുടെ ആഗ്രഹം ഏത് രീതിയിൽ വേണോ കൊണ്ടുപോവാം. ഇതിനെ തന്നെയാണ് നന്മയും തിന്മയും എന്ന് പറയുന്നത്. ഒരാൾ നശിക്കണം എന്ന് ആഗ്രഹിച്ച് അവ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് അധോഗതിയിലേക്ക് തന്നെ ചെന്നെത്തുള്ളൂ. രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. അഥവാ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളും അധോഗതിയിൽ തന്നെയാവും. പുരോഗതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കുറേ ക്ഷമ വേണം, നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ വേണം, എന്തൊക്കെ നേടണം എന്തൊക്കെ വേണ്ട എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. പുരോഗതി വേണം എന്നുള്ള ആഗ്രഹങ്ങൾ ചീത്ത കൂട്ടുകെട്ടുകളോ ചീത്ത കാര്യങ്ങളോ ചിന്തിക്കാൻ പാടില്ല. ചീത്തയായിട്ട് പ്രവർത്തിച്ചാൽ അവർക്ക് പുരോഗതി കിട്ടില്ല. അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചെറിയ ദുശീലങ്ങളല്ലേ ഉള്ളൂ, അത് സാധാ ആണല്ലോ, ആ സാധാ ആയ ഈ ദുശീലങ്ങൾ ഞാൻ എടുത്താൽ എന്താ കുഴപ്പം? പണ്ടുള്ള ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ല, ആണുങ്ങളായാൽ ഒരു ദുശീലമെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ല. അതിനെ മുറുകെ പിടിച്ച് അവരതിൽ നന്നായിട്ട് പ്രവർത്തിച്ച് അവർ അധോഗതിയിലേക്ക് തന്നെ പോവുകയുള്ളൂ. അധോഗതിയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അവരിലുണ്ടാകുന്ന ഈ ദുശീലങ്ങളെല്ലാം കളഞ്ഞ് നന്മയിലൂടെ തന്നെ വന്നാലേ അവർക്ക് സാധ്യമാവുള്ളൂ. അല്ല, അധോഗതി തന്നെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊന്നുമേ ചെയ്യാൻ പറ്റൂല. അത് അനുഭവത്തിൽ അനുഭവിച്ച് അവരും അവരുടെ കുടുംബവും നാട്ടുകാരും എല്ലാവർക്കും ദുരിതം അനുഭവിക്കാനുള്ള വഴി വരെ അവർ നന്നായിട്ട് വെട്ടി തുറന്ന് തന്നെ കൊടുക്കും. അതിന് പകരം അവരും നശിച്ച് അവരുടെ കുടുംബത്തിനെ നശിച്ച് ബന്ധുക്കളെയും നശിച്ച് നാട്ടുകാരെയും നശിപ്പിക്കുന്നതിന് പകരം സ്വയം ഒന്ന് നന്നാവണമെന്ന് മാത്രം വിചാരിച്ചാൽ ഈ വലിയ ദുർഘടങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് അധോഗതി വേണ്ട, പുരോഗതി മതി എന്ന ഉത്തമ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ആർക്കും പുരോഗതി ഉണ്ടായിരിക്കും. അതിൻ്റെ നേട്ടം അവർക്ക് അനുഭവിച്ച് ജീവിക്കാൻ സാധിക്കും. ഈശ്വരൻ അത് നൽകാൻ കഴിയും. ഈശ്വരന് മാത്രമേ അത് നൽകാൻ കഴിയുള്ളൂ. എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടും. എല്ലാവരും ഈ ഭാഗ്യം എടുക്കണേ, കിട്ടണം. ഭഗവാൻ കൊടുക്കും, ഭഗവാന് കൊടുക്കാൻ കഴിയും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.